വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം ആവർത്തന പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. മോശയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ഇസ്രായേൽ ജനതയുടെ പെരുപ്പമോ കഴിവോ ഒന്നും നോക്കിയായിരുന്നില്ല അവരെ തിരഞ്ഞെടുത്തത്. പിന്നെയോ തൻ്റെ സ്നേഹം ഒന്ന് മാത്രമായിരുന്നു അതിന് കാരണം. ഒരു വാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൈവം തൻ്റെ ബലമുള്ള കൈയാൽ നമ്മെ വിടുവിച്ചിരിക്കുന്നു. മാത്രമല്ല ഇസ്രായേൽ ജനങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നത്തെ വായനാ ഭാഗത്തും ദൈവത്തിൻ്റെ വിശ്വസ്തതയും ജനത്തിൻ്റെ അനുസരണക്കേടുമൊക്കെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തിനും വലിയൊരു സാദൃശ്യമാണ് ഇസ്രായേല്യരുടെ ജീവിതത്തിൽ കാണുന്നത്. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, തെരഞ്ഞെടുപ്പിനു കാരണം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നവിടെ പറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് എന്ന്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. അതിനാൽ ദൈവം ഇസ്രായേല്യരെ തിരഞ്ഞെടുത്തത് അവരുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്നേഹവും മഹാകൃപയും കാരണമാണ്. നമ്മളും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം വിശ്വസ്തനാണ്. തുടർന്ന് താഴേക്കുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു എന്ന്. അതിനാൽ നമ്മളും ദൈവകൃപയുടെ ഓഹരിക്കാരാകുവാനായിട്ട് നമുക്കും ശ്രമിക്കാം. ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറന്നു പോകരുത് എന്നാണ്. മരുഭൂമിയിൽ വച്ച് വിനയത്തിൻ്റെയും ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെതുമായ ചില പാഠങ്ങൾ ദൈവം ഇസ്രായേൽ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായിട്ട് നിന്നെ ഇത്തരത്തിൽ ശോധന ചെയ്തു എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ ദൈവം അവരെ പരീക്ഷിക്കുന്നു. വിശപ്പ് നൽകിയിട്ട് അതിലൂടെയും ദൈവം അവർക്ക് പല പാഠങ്ങൾ നൽകുന്നു. ഇത്തരത്തിൽ കഷ്ടതകളും ശോധനകളും നിറഞ്ഞതായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം. എന്നാൽ ഇവയെല്ലാം ദൈവത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഇത്തരം പരിശീലനത്തിലൂടെ പാഠങ്ങൾ ഉൾക്കൊണ്ടവർ ഈ ദൈവത്തെ മറന്നു പോകുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് അവൻ്റെ വലിയ കൃപയാലാണ്. അതിനാൽ വിനയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുക. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നമുക്കും ഓർത്തെടുക്കാം. ജീവനും അനുഗ്രഹങ്ങളും നൽകി ദൈവത്തെ സ്നേഹിച്ച് അവനെ അനുസരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ മറന്നു പോകാതെ തിരഞ്ഞെടുത്തതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർന്നും അങ്ങയിൽ ആശ്രയിക്കുവാനും അവിടുന്ന് വഴി നടത്തിയ വിധങ്ങൾ ഓർക്കുവാനും അങ്ങനെ അങ്ങേ അനുഗമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.